സാധിക്കുകയില്ല എന്ന അസന്ധിഗ്ധമായി ഇവിടെ സമ്മതിച്ച കാര്യമാണ്. അതുകൊണ്ട് ഈ നമ്മുടെ ഞാൻ സംവാദം എന്ന് പറയാൻ പാടില്ല, ഇപ്പൊ ഞാൻ സംവാദം അറിയാതെ വന്നു പോയ ജോൺസൺ പറയാം, അല്ല ഡിബേറ്റ് അല്ല ഡയലോഗ് ആയിക്കോട്ടെ. ഈ ഡയലോഗ് കൊണ്ട് ഉദ്ദേശിച്ച ലക്ഷ്യം ഇവിടെ നേടിക്കഴിഞ്ഞു. ഇനി ഞങ്ങൾക്ക് നിങ്ങളോട് ഇവിടെ അദ്ദേഹം പ്രവാചകനാണെന്ന് അവകാശപ്പെട്ടു, ശരി. എന്നാൽ അവകാശവാദങ്ങൾ ചരിത്ര വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ നാം പരിശോധിക്കണം. എങ്കിൽ മാത്രമേ ഒരാളുടെ അവകാശവാദത്തിന് എത്രത്തോളം സത്യമുണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ. അല്ലാതെ കേവലം അവകാശവാദം കൊണ്ട് തന്നെ അത് സത്യമാണെന്ന് വിശ്വസിക്കണമെന്ന് പറഞ്ഞാൽ അത് അന്ധവിശ്വാസമല്ലേ സുഹൃത്തുക്കളെ? ഒരു കാര്യത്തിന് തെളിവില്ലാതെ കേവലം അങ്ങ് വിശ്വസിക്കുക എന്ന് പറയുന്നത് അന്ധവിശ്വാസമാണ്. അങ്ങനെയുള്ളൊരു വിശ്വാസമാണ് നിങ്ങൾ പിൻപറ്റുന്നതെങ്കിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല. ഞങ്ങൾ അങ്ങനെ അന്ധവിശ്വാസികളല്ല. ബൈബിൾ വ്യക്തമായിട്ട് പറയുന്നു, സകലത് ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പിക്കുന്നു. ഞങ്ങൾ സകലത് ശോധന ചെയ്ത് നല്ലതാണെന്ന് ബോധ്യമായിട്ട് തന്നെയാണ് ബൈബിൾ വിശ്വസിക്കുന്നത്. പക്ഷെ നിങ്ങൾ അങ്ങനെ ശോധന ചെയ്യുന്നില്ല. നിങ്ങൾ കേവലം ഇതെന്റെ വചനം, ഇത് അള്ളാഹുവിന്റെ വചനമാണ്. എന്താണ് തെളിവ്? അള്ളാഹുവിന്റെ വചനമാണ് അള്ളാഹു എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. മലക്ക് വന്ന് ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. കേവലം പറഞ്ഞത് അദ്ദേഹത്തോട് പറഞ്ഞു, അദ്ദേഹം അവകാശപ്പെടുകയാണ്. ഇതിനെന്ത് തെളിവുണ്ട്? ഇല്ല. എന്നാൽ അങ്ങനെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അങ്ങനെയല്ല. ഏതൊരു കാര്യത്തെയും വസ്തുനിഷ്ഠമായി തന്നെ ഞങ്ങൾ പരിശോധിക്കും. വസ്തുനിഷ്ഠമായി പരിശോധിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ വിധി കൽപ്പിക്കുന്നത്. ദൈവം നമുക്ക് യുക്തിബോധം തന്നിട്ടുണ്ട്, ചിന്താശേഷി തന്നിട്ടുണ്ട്. ഓരോ വ്യക്തികൾക്കും അത് ദൈവം കൊടുത്തിട്ടുണ്ട്, ഏതെങ്കിലും മതത്തിലുള്ളവർക്ക് മാത്രമല്ല. ആ യുക്തിബോധവും ചിന്താശേഷിയും ഉപയോഗിച്ച് നിങ്ങൾ പരിശോധിക്കുക. ഒരാളുടെ അവകാശവാദത്തെ എങ്ങനെ നമുക്ക് വിലയിരുത്തി തെളിയിക്കാനായിട്ട് കഴിയും? ഞങ്ങൾ അതാണ് തെളിയിച്ചത് ഇവിടെ. അദ്ദേഹം പറഞ്ഞതായ കാര്യങ്ങളും അദ്ദേഹം ചെയ്തതായ കാര്യങ്ങളും ഒരുപോലെ മുൻപോട്ട് വെച്ചിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞതിനെതിരായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ഖുർആനിൽ വന്നിരിക്കുന്ന വെളിപ്പാടിനെതിരായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. മുൻ വെളിപ്പാടുകൾക്കെതിരായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളെ എങ്ങനെ പ്രവാചകനായിട്ട് പരിഗണിക്കാൻ കഴിയും? ഇതായിരുന്നു ഞങ്ങളുടെ വാദമുഖം, ഞങ്ങളുടെ വിഷയാവതരണം അതായിരുന്നു. അതല്ലാതെ അന്ധമായിട്ട് അതിലെഴുതിയിട്ടുണ്ട് നീ കണ്ണടച്ച് വിശ്വസിച്ചോ എന്ന് പറയുകയാണെങ്കിൽ പിന്നെ അതിനപ്പുറത്ത് ഞങ്ങൾക്ക് പിന്നെ ഒന്നും ചെയ്യാനില്ല. ഞങ്ങളങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കുന്നവരല്ല. ഞങ്ങൾ വായിക്കുമ്പോൾ സ്വാഭാവികമായി ഞങ്ങൾക്ക് സംശയങ്ങൾ വരും. ഞാൻ ആദ്യമേ പറഞ്ഞു, ഞാൻ ഇസ്ലാമിന്റെ ഒരു പഠിതാവാണ്. വായിച്ച് പൈസ കൊടുത്താണ് പുസ്തകങ്ങളൊക്കെ വാങ്ങി വെച്ചിരിക്കുന്നത്. വായിക്കുമ്പോൾ സ്വാഭാവികമായി തോന്നി സംശയം ഞാൻ ഉന്നയിച്ചു എന്നുള്ളതാണ് എന്റെ കാര്യം. ആ സംശയത്തിന്റെ വായിച്ച് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പ്രവാചകനല്ല എന്ന് വ്യക്തമായിട്ട് ബോധ്യമാവുകയും ചെയ്തു. അതാണ് ഇവിടെ വിഷയാവതരണത്തിൽ ഞാൻ നടത്തിയത്. ഇത് അന്ധമായിട്ടത് വിശ്വസിക്കണമെന്നാണ് പറയുന്നതെങ്കിൽ പിന്നെ അവിടെ എനിക്കൊന്നും പറയാനില്ല. അദ്ദേഹം ഇപ്പോൾ പറയുന്നു, ഇദ്ദേഹം ഖുർആൻ വിട്ട് ഇപ്പൊ ചരിത്രത്തിലുള്ളത്. ഞങ്ങൾ ഇവിടെ വാദം എഴുതിയിട്ടുള്ളത് ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനല്ല എന്ന് തെളിയിക്കാം എന്നാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അത് നിങ്ങൾക്ക് കഴിയുമല്ലേ? അങ്ങനെ തെളിയിക്കാൻ കഴിയുമല്ലേ? ഇല്ലെങ്കിൽ പിന്നെ ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകണതിൽ അർത്ഥമല്ലല്ലോ. കാരണം നമ്മൾ ആ വിഷയം തെളിയാനാണ് ഇവിടെ ചർച്ച നടക്കുന്നത്. മുഹമ്മദ് നബി പ്രവാചകനാണോ അല്ലേ എന്ന് ഖുർആനിന്റെ വെളിച്ചത്തിൽ തെളിയിക്കാൻ പറ്റുമല്ലേ എന്നുള്ളതാ വിഷയം. ഞങ്ങൾ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ തെളിയിച്ചു മുഹമ്മദുർ റസൂലുള്ളാഹ്. നിങ്ങൾക്ക് അങ്ങനെ തെളിയിക്കാൻ ഖുർആനിന്റെ വെളിച്ചം പറ്റൂല എന്നുണ്ടെങ്കിൽ പിന്നെ ഇതിങ്ങനെ വെറുതെ ചോദ്യം ചോദിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യം ഉത്തരം പറയേണ്ട ആവശ്യമില്ലല്ലോ. അത് തെളിഞ്ഞു ഇവിടെ. ഇനി ഇവിടെ മധ്യസ്ഥന്മാരെ അതിന്റെ തീരുമാനം പറയണം. നിങ്ങൾക്ക് പറ്റൂലെങ്കിൽ പറ്റൂല എന്ന് പറയാം, ഇവിടുന്ന് സലാത്തും ചൊല്ലി നമുക്ക് പിരിയാം. അല്ലാതെ അതിന്റെ ആവശ്യമില്ലല്ലോ. നിങ്ങൾക്ക് പ്രവാചകനാണ് എന്ന് തെളിയിക്കാൻ പറ്റുമോ? ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ തെളിയിക്കാൻ പറ്റുമോ അല്ലേ? ഒരു ചെറിയ കാര്യം, നമ്മളിപ്പോൾ മുഹമ്മദിന്റെ പ്രവാചകത്വത്തെ കുറിച്ച് ചിന്തിച്ചപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നതായിരിക്കുന്ന ഖുർആന്റെ അടിസ്ഥാനത്തിൽ ആണ് ഇത് ചർച്ച ചെയ്യപ്പെട്ടത്. അപ്പോൾ ആധികാരികമായിട്ട് ഖുർആൻ മുഹമ്മദിന്റേതായിരിക്കുന്ന പ്രവാചകത്വത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ട് വന്ന ഗ്രന്ഥമാണെങ്കിലും ആ ഗ്രന്ഥത്തെ അതിൻ്റെതായിരിക്കുന്ന നിങ്ങൾ ഉൾക്കൊള്ളുമായിരിക്കുന്ന നിലയിൽ ഉൾക്കൊള്ളുവാനായിട്ട് കഴിയുന്നില്ല. ഇതാണ് ഇവിടുത്തെ പ്രശ്നത്തിന്റെ കാരണം. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഖുർആൻ ദൈവവചനമാണെന്ന് അംഗീകരിച്ചാൽ ഇവിടുത്തെ ചർച്ച പിന്നീട് ഉണ്ടാകേണ്ട കാര്യമില്ല. ഇപ്പൊ ഖുർആൻ ദൈവവചനമാണോ അല്ലയോ എന്നുള്ളതായിരിക്കുന്ന വിഷയമാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത്, സഹോദരന്മാരെ, നമ്മൾ മോഡറേറ്റർ എന്നുള്ള നിലയിൽ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഖുർആന്റെ ആധികാരികത, ബൈബിളിന്റെ ആധികാരികത, ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഒരു ചർച്ച കൂടെ നടത്താൻ പറ്റുമെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് കഴിയുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. എനിക്ക് തോന്നുന്നത് പ്രിയ ജോൺസൺ മുന്നോട്ട് വന്നു. കാരണം താനാണ് ഈ പേപ്പർ സൈൻ ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ആ കാര്യത്തോടുള്ള ബന്ധത്തിൽ കാര്യങ്ങൾ സംസാരിക്കുന്നു. സംഭവം എന്തായാലും
ഈ പരിപാടി സർക്കാർ കൺട്രോൾ ചെയ്യാന്നാണ് സാർ പറഞ്ഞത്. കാരണം ഇപ്പം പോകുന്നത് ആരോഗ്യകരമായ നിലക്ക് പോകില്ല. പിന്നെ ഞാനിപ്പോൾ ഇത് പറയാൻ വേണ്ടി ഉദ്ദേശിച്ചതല്ല. ബഹുമാന്യനായ ജോൺസൺ സാർ സംസാരിച്ചു, ഇനി നമ്മൾ മോഡറേറ്റ് കൂടി പറഞ്ഞു, സാർ നന്ദി പറഞ്ഞാൽ പിരിയാന്നൊക്കെ എഴുതിയത്. പക്ഷേ തീർത്തും വസ്തുതാവിരുദ്ധമായ ഒരു കാര്യം, ഇന്നലെയും മോഡറേറ്റ് ആയിട്ട് ഇരുന്നൊരാളെന്ന് ഇവിടുന്ന് വരുമെന്ന് പറഞ്ഞിട്ട് എനിക്ക് വിഷമമുണ്ട്. ഇന്നലെ ആവർത്തിച്ച് ചോദിച്ചിട്ട് ഉത്തരമില്ലാതെ പിരിഞ്ഞതാണ് യേശുവിനെ പറ്റി യഹോവ എന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചർച്ച ചെയ്ത് പിരിഞ്ഞതാണ്. എന്നിട്ട് അതിവിടെ വ്യക്തമായി സ്ഥാപിച്ചു എന്ന് ലാസ്റ്റ് അവരുടെ വിശ്വാവതാരന്റെ റോഡിലേക്ക് കയറി മോഡറേറ്റർ പറയുന്നത് ഒരു ഉചിതമായ പ്രവണതയല്ല. മോഡറേറ്റർ ഏത് വട്ടക്കാനായാലും നമ്മൾ മോഡറേറ്റർ ആയിട്ടാണ് കാണുന്നത്. ആ രീതിയിൽ തന്നെ കാര്യങ്ങൾ പോകുന്നതായിരിക്കും ഭംഗി. ഇത് സ്ഥാപിക്കാൻ കഴിയാത്ത സ്ഥിതിക്ക് ഈ പരിപാടി സമാപിക്കാനാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മളെ വ്യവസ്ഥ എഴുതിയത് പരിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനത്തിലാണ്. അതിപ്പോ നമ്മൾ ഉപയോഗിക്കുന്ന ഈ അല്ലല്ലോ ഈ പരിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്. ഇനി അത് ദൈവവചനാണോ അല്ലേ, അത് ബൈബിൾ ദൈവവചനാണോ അല്ലേ, അതൊക്കെ നമുക്ക് വേറെ ചർച്ച ചെയ്യാവുന്നതാണ് ഇൻഷാ അല്ലാഹ്. അപ്പൊ സാറ് എന്റെ കൺക്ലൂഷൻ സാറ് പറഞ്ഞ പ്രവർത്തനം ബഹുമാനരെ, സ്വാഭാവികമായിട്ടും ഡയലോഗും ഡിബേറ്റും തമ്മിലുള്ള തിരിച്ചറിവിന്റെ ഒരു കുറവാണ് ഇവിടെ സംഭവിച്ചത്. ഡയലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ശരിക്കും ആശയങ്ങൾ പറയുക, മറ്റേയാളുടെ ആശയങ്ങൾ പറയുക. അപ്പൊ അതിൽ കേൾക്കുന്ന കേൾവിക്കാരും അതുപോലെ തന്നെ ശ്രോതാക്കളായിട്ടുള്ള ആളുകളുടെ വിലയിരുത്തലാണ് അതിനകത്ത് പ്രധാനപ്പെട്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഡിബേറ്റിന്റെ ഒരു മോഡലിലേക്ക് നീങ്ങിയതിൽ എനിക്ക് പ്രയാസമുണ്ട്. ഞാൻ ഒരിക്കലും AP സുന്നികളുമായി ഒരു കാരണവശാലും ഒരു ഡിബേറ്റിനെ മെനക്കെടുന്ന കാര്യത്തിൽ എനിക്ക് താല്പര്യമില്ല. ഇനിയും അപ്പൊ ചോദിച്ചേക്കാൻ മുജാഹിദുകാരുമായിട്ടുണ്ടാവും, തീർച്ചയായിട്ടും അവർ തയ്യാറാണ്. കാരണം അവരുടെ അജ്ഞത നിങ്ങൾക്കും അറിയാം, നിങ്ങൾക്കറിയാവുന്ന അജ്ഞത ഞങ്ങൾക്കും അറിയാവുന്നതാണ്. എന്നാൽ ചൂഷണം എന്നുള്ളതല്ല, അതിനകത്ത് യാഥാർത്ഥ്യമാണ്. നമ്മൾ പറയുന്ന പദങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കണം. നമ്മൾ സ്നേഹത്തിന്റെ ഭാഷയിൽ സത്യം സംസാരിക്കണം. സത്യത്തിന് വേണ്ടി മാത്രം നിലനിൽക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് സത്യത്തിൽ നിലനിൽക്കണം. പിന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന സത്യത്തെ നമ്മൾ പങ്കുവെക്കുകയാണ്. ആ പങ്കുവെക്കലാണ് തുടരേണ്ടത്. തീർച്ചയായിട്ടും അടുത്ത ഒരു സമയത്ത് തന്നെ ഒരു പങ്കുവെക്കലുണ്ടായിരിക്കും. നമ്മൾ ഒരുമിച്ച് വീണ്ടും ചർച്ച ചെയ്ത വിഷയങ്ങൾ എടുക്കുന്നതായിരിക്കും. അതുകൊണ്ട് നമുക്കിപ്പോൾ തൽക്കാലം തിരിയാം. സർവശക്തനായ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. എല്ലാവർക്കും പ്രത്യേകമായി നന്ദി ഞാൻ അറിയിക്കുകയാണ്. വീണ്ടും പറഞ്ഞു, AP സുന്നി വിഭാഗത്തോടെ ഒരു ഡിബേറ്റും ഞാനില്ല. നിശ്ചയക്കാർ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഡിബേറ്റ് ഉണ്ടാകും. കാരണം ഒരുപാട് കാലം വെല്ലുവിളിച്ചുകൊണ്ട് നടന്നിട്ടുള്ളതാണ്. ISMക്കാർ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഉണ്ടാകും. അതിനകത്ത് യാതൊരു സർവശക്തനായ ദൈവത്തിന്റെ എല്ലാവരുമായ അനുഗ്രഹങ്ങൾ ഒരിക്കലൂടെ ചുരുങ്ങുവാണ്. വീണ്ടും നമുക്ക് ഒരുമിച്ച് കൂടി കാണാമെന്നുള്ള പ്രാർത്ഥനയോടെ തൽക്കാലം വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അൽ-ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ ആധാരമാക്കി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവാചകത്വം എന്ന വിഷയാധിഷ്ഠിതമായാണ് സംവാദം നടന്നത്. മഞ്ഞരായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിന്റെ നബിയും റസൂലും അല്ല എന്ന് പരിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാപിക്കാം എന്നാണ് നമ്മുടെ പ്രതിപക്ഷം വ്യവസ്ഥയിൽ എഴുതിയത്. അതിന് ആധാരമായി പരിശുദ്ധ ഖുർആൻ മാത്രം ഉന്നയിക്കുന്നതാണ് വ്യവസ്ഥ പ്രകാരം നിശ്ചയിച്ചിട്ടുള്ള കാര്യം. എന്നാൽ നമ്മുടെ സംവാദത്തിലുടനീളം നമുക്ക് കാണാൻ കഴിഞ്ഞത് വിഷയാവതരണത്തിന്റെ ആരംഭം മുതൽ തന്നെ പരിശുദ്ധ ഖുർആനിൽ നിന്ന് തങ്ങളുടെ വാദത്തിന് അനുകൂലമായി യാതൊന്നും ഉദ്ധരിക്കുവാൻ സാധിക്കുകയില്ല എന്ന ബോധ്യമുള്ളതുകൊണ്ട് ഹദീസുകളിലേക്കും ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ തബഖാത്തുൽ കുബ്ര പോലെയുള്ള ചരിത്ര ഗ്രന്ഥങ്ങളിലേക്കും വഴിമാറി സഞ്ചരിക്കുവാനുള്ള പുരോഹിതന്മാരുടെ ശ്രമം നാം കാണുകയുണ്ടായി. ഈ അവസരത്തിൽ പരിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നിങ്ങളുടെ വാദത്തെ തെളിയിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കണമെന്ന് കർക്കശമായ തരത്തിൽ ആവശ്യപ്പെടാനും
വ്യവസ്ഥയിൽ നിന്ന് ഒരിഞ്ച് പോലും പിറകോട്ട് പോവാതെ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകണമെന്നും നല്ല രീതിയിൽ നമ്മൾ പലതവണ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിന് കൂട്ടാക്കാതിരുന്ന പ്രതിപക്ഷം ഒടുവിൽ നമ്മുടെ നിശ്ചയദാർഢ്യത്തിനു മുന്നിൽ വിശുദ്ധ ഖുർആൻ അല്ലാത്ത ഉദ്ധരണികൾ കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുവാൻ നാം സമ്മതിക്കുകയില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ തങ്ങളുടെ ചോദ്യാവസരവും മറുപടിക്കുള്ള അവസരവും ഒഴിവാക്കി വെച്ച് നാം അങ്ങോട്ട് ചോദിച്ച ചോദ്യാവസരത്തിൽ തന്നെ ഈ പരിപാടി അവസാനിപ്പിക്കണമെന്ന് നമ്മോട് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിൽ സംവാദം നിശ്ചയിച്ചതിലും നേരത്തെ അവസാനിപ്പിക്കുകയുണ്ടായി. ഈ സാഹചര്യത്തിൽ തങ്ങളുടെ വിഷയാവതരണത്തിലും ചോദ്യങ്ങൾക്ക് മറുപടിയായി അവർക്ക് എഴുന്നേറ്റ് നിൽക്കാൻ ലഭിച്ച അവസരങ്ങളിലും വന്യരായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മോശമായി ചിത്രീകരിക്കുവാനുള്ള വികൃതമായ ചില ശ്രമങ്ങൾ നിരന്തരം അവർ നടത്തിയിട്ടുണ്ട്. നമ്മെ പ്രകോപിപ്പിച്ച് വഴിതിരിച്ചു വിടാമെന്നും ഉദ്ദേശിച്ച വിഷയത്തിന് പുറത്തേക്ക് ചർച്ച കൊണ്ടുപോയി ലക്ഷ്യം നേടാമെന്നും അവർ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ വാദത്തിൽ ഉറച്ചു നിന്നതുകൊണ്ട് അവർക്കതിന് സാധിക്കാതെ പോയെങ്കിലും വിഷയാവതരണത്തിലും തുടർന്നുള്ള അവരുടെ സംസാരങ്ങളിലും ഉടനീളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വികൃതമായി ചിത്രീകരിക്കുവാനുള്ള അവരുടെ കുൽസിതമായ ശ്രമത്തിന്റെ ഭാഗമായി അവർ നടത്തിയ ചില പരാമർശങ്ങൾ സാധാരണക്കാരുടെ ഇടയിൽ ചർച്ചയ്ക്ക് വരുമ്പോൾ അവയുടെ കൃത്യമായ ഉത്തരം സുന്നി പണ്ഡിതന്മാർക്ക് സമൂഹത്തിന് നൽകുവാനുണ്ട് എന്ന വസ്തുത നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ടെന്ന് ഞങ്ങൾ ഈ തരുണത്തിൽ ചിന്തിക്കുകയാണ്. പ്രധാനമായി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരെ അവരുന്നയിച്ച ഒരു ആരോപണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ഉമ്മത്തിന് 4 കൂടുതൽ ഭാര്യമാരെ സ്വീകരിക്കാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ വഴി പഠിപ്പിക്കുകയും എന്നാൽ ജീവിതത്തിൽ 9 ഭാര്യമാരെ സ്വീകരിക്കുകയും ചെയ്തു എന്നും ആ ഭാര്യമാർക്കിടയിൽ നീതി പുലർത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സാധിച്ചിട്ടില്ലെന്നുമാണ് അവർ ഉന്നയിച്ച ആരോപണം. ചരിത്ര വസ്തുതകൾ തുറന്നു വെച്ച പുസ്തകം പോലെ നമുക്ക് ലഭ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എന്നല്ല, ലോകത്ത് വിശുദ്ധ ഇസ്ലാം പ്രബോധനം ചെയ്യപ്പെട്ട ഏരിയകളിലെല്ലാം ഇസ്ലാം കൊണ്ടുവന്ന അല്ലെങ്കിൽ ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്ന ബഹുഭാര്യത്വ സമ്പ്രദായത്തിനെതിരെ പലപ്പോഴായി ഇവർ കൊടിപിടിക്കാറുണ്ട്. വസ്തുത നമുക്കറിയാവുന്നതാണ്. ബൈബിൾ പരിചയപ്പെടുത്തിയിട്ടുള്ള പ്രവാചകന്മാരുടെ തന്നെ ചരിത്രത്തിലുടനീളം നമുക്ക് കാണാൻ കഴിയുന്നത് അവർ ഒന്നിലേറെ ഭാര്യമാരെ സ്വീകരിക്കുകയും അത് സാമൂഹിക സംവിധാനത്തിന്റെ ഭാഗമായി ഉൾക്കൊള്ളുകയും ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ്. ബൈബിൾ പരിചയപ്പെടുത്തുന്ന അബ്രഹാം പ്രവാചകൻ, നാം ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്ന് വിശേഷിപ്പിക്കുന്ന അബ്രഹാം പ്രവാചകനെ കുറിച്ച് ബൈബിളിൽ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന് സാറ എന്നും ഹാഗാർ എന്നും കെത്തൂറ എന്നും പേരുള്ള 3 ഭാര്യമാർക്ക് പുറമെ അനേകം ഉപഭാര്യമാർ ഉണ്ടായിരുന്നതാണ്. യാക്കോബ് പ്രവാചകനെ കുറിച്ച് ലേയ, ലാബാൻ, ബിൽഹ, സിൽവ എന്നീ 4 ഭാര്യമാർ ഉണ്ടായിരുന്നതായി ബൈബിൾ സംസാരിക്കുന്നുണ്ട്. ബഹുമാന്യനായ ദാവീദ് പ്രവാചകനെ കുറിച്ച് മീക്കൽ, ബത്ശേബ, അഭിനോവ എന്നിങ്ങനെ തുടങ്ങി 8ഓളം ഭാര്യമാരും അനേകം ഉപഭാര്യമാരും ഉണ്ടായിരുന്നതായി ബൈബിൾ സംസാരിക്കുന്നു. മഹാനായ സോളമൻ ചക്രവർത്തിയെ കുറിച്ച് 700 ഭാര്യമാരും 300 ഉപഭാര്യമാരും അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്ന് പറയുന്നു. ബൈബിളിലെ 1 രാജാക്കന്മാർ, 2 രാജാക്കന്മാർ, 1 ശമൂവേൽ, 2 ശമൂവേൽ, 1 ദിനവൃത്താന്തം, 2 ദിനവൃത്താന്തം ഇങ്ങനെ തുടങ്ങി അനേകം പുസ്തകങ്ങളിൽ വിവരിച്ചിട്ടുള്ള ഒരുപാട് രാജാക്കന്മാരുടെയും ചരിത്രപുരുഷന്മാരുടെയും ദീർഘദർശികളുടെയും പ്രവാചകന്മാരുടെയും ജീവിതത്തിലേക്ക് വരുമ്പോൾ അവരുടെ അഭിമാനത്തിന്റെയും അന്തസ്സിന്റെയും ചിഹ്നമായി വിവരിക്കപ്പെട്ടിരിക്കുന്നത് അവർക്ക് അനേകം ഭാര്യമാരും ഉപഭാര്യമാരും സന്താനങ്ങളും ഉണ്ടായിരുന്നു എന്ന കാര്യമാണ്.
ഇത്തരം ഒരു വിശ്വാസത്തിന്റെ ഭൂമികയിൽ നിൽക്കുന്ന ക്രൈസ്തവ പക്ഷത്തിന് എങ്ങനെയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 4-ൽ കൂടുതൽ ഭാര്യമാരെ സ്വീകരിച്ചു എന്ന് ആരോപണം ഉന്നയിക്കുവാൻ സാധിക്കുക? ഞാനൊന്ന് ചോദിക്കട്ടെ, ഓരോ പ്രവാചകന്മാർക്കും അവരുടെ സമൂഹത്തിൽ ലഭിച്ചിട്ടില്ലാത്ത ചില പ്രത്യേക പ്രിവിലേജസ് അനുവദിച്ചു കിട്ടിയിട്ടുണ്ടെന്ന് ബൈബിളിന് അംഗീകരിക്കാമെങ്കിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 4-ൽ കൂടുതൽ ഭാര്യമാർ പറ്റില്ല എന്ന് വിശുദ്ധ ഖുർആനിൽ എവിടെയാണുള്ളത് അത് സ്ഥാപിക്കുകയാണ് ആദ്യം വേണ്ടത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം 4-ൽ കൂടുതൽ ഭാര്യമാരെ സ്വീകരിക്കുക വഴി അവിടുന്ന് തന്നെ പഠിപ്പിച്ച ഇസ്ലാമികമായ നിയമത്തെ അവിടുന്ന് തന്നെ ലംഘിച്ചു എന്ന ആരോപണം ഉന്നയിക്കുന്നവർ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൂടി ആ 4 ഭാര്യമാർ എന്ന നിയമം ബാധകമായിരുന്നുവോ എന്ന കാര്യം വ്യക്തമായി തെളിയിക്കേണ്ടതുണ്ട്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിവാഹ ജീവിതത്തെ പരാമർശിച്ചപ്പോൾ അവിടുത്തെ വിവിധ ഭാര്യമാരുടെ പേരുകൾ സംവാദത്തിൽ പലപ്പോഴായി അവർ ഉന്നയിച്ചിട്ടുണ്ട്. ബഹുമാന്യയായ മൈമുന ബീവി റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജിൽ ഇഹ്റാം കെട്ടിയതിനു ശേഷമാണ് വിവാഹം ചെയ്തതെന്നും ഇസ്ലാമിക നിയമമനുസരിച്ച് ഹജ്ജിൽ നിന്ന് തഹല്ലുലാവുന്നത് വരെ, ഇഹ്റാമിൽ നിന്ന് തഹല്ലുലാവുന്നത് വരെ വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്നത് അനുവദനീയമല്ലെന്നിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ തന്റെ കാര്യത്തിൽ ആ നിയമലംഘനം നടത്തിയത് മൈമുന ബീവി എന്ന് പറയുന്ന ഒരു സ്ത്രീയോടുള്ള തിരുനബിയുടെ നമ്പറത്വം കൊണ്ടാണെന്ന് ചിത്രീകരിക്കാനുള്ള ശ്രമം നടത്തുകയുണ്ടായി. വാസ്തവത്തിൽ അതിനുവേണ്ടി ദുർവ്യാഖ്യാനം ചെയ്ത ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹുവിന്റെ സ്വഹീഹിൽ റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുള്ള ഹദീസ് അത് അർത്ഥം വെച്ചത് പോലും ഭാഷാ നിയമങ്ങൾക്ക് പോലും എതിരായിട്ടാണ്. നമുക്കറിയാം, സ്വഹീഹ് മുസ്ലിമിന്റെ വിശദീകരണമായ ഇമാം നബവിയുടെ ശർഹുൻ നബവി ഉൾപ്പെടെയുള്ള ഗ്രന്ഥങ്ങളിൽ ആ ഹദീസിന്റെ വിശദീകരണം നൽകിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഹ്രിമായി മൈമൂന ബീവിയെ നിക്കാഹ് ചെയ്തു എന്നതിന്റെ അർത്ഥം ഇന്നഹു തദവ്വജഹാ ഫിൽ ഹറമി വഹുവ ഹലാൽ, ഹറം ദേശത്ത് വെച്ച്, ഹറമിന്റെ പരിധിയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജിൽ നിന്ന് തഹല്ലുലായതിനു ശേഷം, ഇഹ്റാമിൽ നിന്ന് തഹല്ലുലായതിനു ശേഷം ആണ് മൈമൂന ബീവിയെ വിവാഹം കഴിച്ചതെന്നാണ് നബവി ഇമാം റളിയല്ലാഹു അൻഹു അതിന്റെ വിശദീകരണം നൽകിയിട്ടുള്ളത്. എന്നിട്ട് അവിടുന്ന് പറയുകയുണ്ടായി, വയഖാല ലിമൻ ഹുവ ഫിൽ ഹറമി മുഹ്രിമുൻ, ഹറം ദേശത്ത് താമസിക്കുന്നവന് മുഹ്രിം എന്ന് പറയാവുന്നതാണ്. വൈൻ കാന ഹലാലൻ, അദ്ദേഹം ഇഹ്റാമിൽ നിന്ന് തഹല്ലുലായിട്ടുണ്ടെങ്കിലും ശരി, ഇത് വളരെ വിസ്തൃതവും എല്ലാവർക്കും ഇടയിൽ വ്യാപകവുമായ ഭാഷാ പ്രയോഗമാണെന്ന് കൂടി ബഹുമാനപ്പെട്ടവർ വിശദീകരിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ അറബി ഭാഷ വർഷങ്ങളോളം പഠിച്ചിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയാത്തവരാണ് പണ്ഡിതന്മാരെന്നും ഉസ്താദുമാരെന്നും ഒരു വേള അപഹസിക്കാൻ മുതിർന്ന നമ്മുടെ പ്രതിപക്ഷ സുഹൃത്തുക്കൾ വളരെ വ്യക്തമായി ഈ ഹദീസ് ഭാഷ പരിചയം പോലുമില്ലാത്ത ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് അതിനെ ദുർവ്യാഖ്യാനം ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭാര്യമാർക്കിടയിൽ നീതി പുലർത്തിയിട്ടില്ലെന്ന ആരോപണം ഉന്നയിക്കുന്നതിന് വേണ്ടി അവർ സഫിയ ബീവിയെ വലിച്ചിഴച്ചു കൊണ്ടുവന്നു. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരേ സമയം 9 ഭാര്യമാരുണ്ടായിരുന്നപ്പോൾ അവരിൽ 8 ഭാര്യമാരുമായും കുടുംബബന്ധം പുലർത്തുകയും അല്ലെങ്കിൽ വീട്ടുബന്ധം പുലർത്തുകയും സമ്പർക്കങ്ങളിലേക്ക് സഫിയ ബീവിയെ മാറ്റിവെക്കുകയും ചെയ്തു എന്ന് അവർ പറയുകയുണ്ടായി. വാസ്തവത്തിൽ ഹദീസുകളെ കുറിച്ച് തെല്ലും വിവരമില്ലാത്തത് കൊണ്ടാണെന്ന് മാത്രമാണ് നമുക്കതേക്കുറിച്ച് പറയുവാനുള്ളത്. ചരിത്ര ഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോൾ, ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദിവസങ്ങൾ ഭാഗിച്ചപ്പോൾ ഒരു ഭാര്യയെ അതിൽ നിന്ന് മാറ്റിവെച്ചത് നമുക്ക് കാണാൻ കഴിയും. അത് പക്ഷേ സഫിയ ബീവിയെ കുറിച്ചല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദ്യ ഭാര്യയായ ഖദീജ റളിയല്ലാഹു അൻഹ മരണപ്പെട്ടതിനു ശേഷം അവിടുത്തെ ജീവിതത്തിലേക്ക് ആദ്യമായി കടന്നു വന്ന സൗദ റളിയല്ലാഹു അൻഹയെ കുറിച്ചാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. 56 വയസ്സായ വൃദ്ധയായ വിധവയായ
സൗദ ബീവിയുടെ സംരക്ഷിക്കാൻ ആരുമില്ലാത്തൊരു പ്രത്യേക സാഹചര്യം വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചപ്പോൾ സന്തോഷത്തോടുകൂടി താനുമായുള്ള സമ്പർക്കത്തിന് വേണ്ടി ദിവസം ഭാഗിച്ചു വിട്ടിട്ടില്ലെങ്കിൽ പരാതിയില്ല, മറ്റു ഭാര്യമാർക്ക് ഞാനത് വിട്ടുകൊടുക്കുന്നു എന്ന് പറഞ്ഞ് ബഹുമാന്യായ സൗദ ബീവി സ്വന്തം ഇഷ്ടപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മറ്റു ഭാര്യമാർക്ക് വേണ്ടി ആ ദിവസത്തെ ഉപയോഗപ്പെടുത്താൻ പറയുകയാണ് ഉണ്ടായിട്ടുള്ളത്. അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള നീതിരഹിതമായ ഒരു പ്രവർത്തനം ഉണ്ടായി എന്ന് അന്ത്യനാൾ വരെ ലോകത്തൊരാൾക്കും സ്ഥാപിക്കുവാൻ സാധിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 9 വയസ്സുകാരിയായ ആയിഷ ബീവിയുമായി വീട് കൂടിയതിനെ പരാമർശിച്ചുകൊണ്ട് അതിലേക്ക് ചേർത്ത് അനസ് റളിയല്ലാഹു അൻഹു കന്യകയായ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചുകൂടായിരുന്നു എന്ന് ചോദിക്കുന്ന ഒരു പരാമർശവും ചേർത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കന്യകമാരോട് പ്രത്യേക താല്പര്യമുണ്ടായിരുന്നു എന്ന് വരുത്തി തീർക്കാനുള്ള വൃത്തികെട്ട ശ്രമം നടത്തിയവർ ഒരു വേള ചിന്തിക്കേണ്ടത് ബഹുമാന്യനായ യേശുക്രിസ്തുവിന്റെ മാതാവ് മറിയം ബൈബിൾ പരിചയപ്പെടുത്തുന്ന യോസേഫ് എന്ന് പറയുന്ന തച്ചന് വിവാഹം നിശ്ചയിക്കപ്പെട്ടപ്പോൾ കന്യാമറിയത്തിന് വെറും 12 വയസ്സും യോസേഫ് 96 വയസ്സുള്ള പടുവൃദ്ധനുമായിരുന്നു എന്ന ചരിത്രം നിങ്ങളുടെ ഗ്രന്ഥങ്ങളിലുണ്ട്. ഇത്തരം കഥകൾ സമൂഹത്തിലേക്ക് വലിച്ചിടാൻ ഞങ്ങൾ നിർബന്ധിക്കരുതെന്ന് മാത്രം പറയുകയാണ്. എന്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹുവിനോട് നിനക്കൊരു കന്യകയെ വിവാഹം കഴിച്ചുകൂടായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചത് എന്ന് നാം പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. നാൾക്കുനാൾ കബരകൾ തോറും നാഴികയ്ക്ക് 40 വട്ടം വിധവകളെ വിവാഹം ചെയ്തു കൊടുക്കുന്നതിനെ കുറിച്ച് കവലപ്രസംഗങ്ങൾ നടത്തുവാനും അതനുസരിച്ച് ജീവിക്കാൻ തയ്യാറുമില്ലാത്ത സാംസ്കാരിക കാപട്യം നമ്മൾ കാണുന്നുണ്ടെങ്കിൽ അന്യരായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതം കൊണ്ട് മാതൃക കാണിച്ച് വിധവകളെ പുനരധിവസിപ്പിക്കുവാനുള്ള ഏറ്റവും സുന്ദരമായ മാതൃക കാണിച്ച നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും അടുത്ത അനുയായിയായി 10 വർഷം തിരുനബിയുടെ കൂടെ സേവകനായി കൂടെ നിന്ന അനസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, അനസ് എന്ന് പറയുന്ന യുവാവ് സാധാരണഗതിയിൽ ചെറുപ്പക്കാർ വിവാഹം കഴിക്കുമ്പോൾ കന്യകമാരെയാണ് വിവാഹം ചെയ്യാറുള്ളത്. എന്നാൽ അനസ് വിവാഹം ചെയ്തപ്പോൾ റളിയല്ലാഹു തആല അൻഹു ആ ചെറുപ്പക്കാരൻ തന്റെ ജീവിതത്തിലേക്ക് വൈദഗ്ധ്യത്തിന്റെ വിഷമം പേറുന്ന ഒരു സ്ത്രീയെ തന്റെ ഇണയായി സ്വീകരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാധാരണയിൽ നിന്ന് ഭിന്നമായി, യുവാക്കൾക്കിടയിൽ സാധാരണയുള്ള നടപ്പുശീലത്തിൽ നിന്ന് ഭിന്നമായി എന്തുകൊണ്ടാണ് അനസ് ഒരു വിധവയെ തിരഞ്ഞെടുത്തതെന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് ആ ചോദ്യത്തിൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു തന്റെ സഹോദരിമാരെ, തന്റെ ഇളയ മക്കളെ തന്റെ മാതാപിതാക്കൾ അനാഥരാക്കിയിട്ട് ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ അവരുടെ സംരക്ഷണത്തിന് വേണ്ടി തന്റെ ജീവിതത്തിലേക്ക് വരുന്നത് ഒരു വിധവയായ പക്വമതിയായ ഒരു സ്ത്രീ ആയിരിക്കണമെന്ന അനസ് റളിയല്ലാഹു അൻഹുവിന്റെ മാതൃകാപരമായ തീരുമാനത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അംഗീകാരം കൊടുക്കുന്ന ചിത്രമാണ് നമ്മൾ അവിടെ കാണുന്നത്. മാത്രമല്ല വിധവാ വിവാഹത്തെ സ്വന്തം ജീവിതത്തിലൂടെ മാത്രമല്ല അനുയായികളെ കൂടെ ജീവിതത്തിലൂടെ മാതൃകകളായി പുലർന്നു കാണണമെന്ന പ്രോത്സാഹനത്തിന്റെ ഒരു ചിത്രം കൂടെ നമുക്കവിടെ വായിക്കാൻ കഴിയുന്നുണ്ട്. അതിനുമപ്പുറം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജീവിതത്തിൽ കന്യകമാരെ കിട്ടണമെന്ന മോഹം കൊണ്ടായിരുന്നുവെന്ന വൃത്തികെട്ട ആരോപണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം മുന്നിലെടുത്ത് വെച്ചുകൊണ്ടാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. 11 ഭാര്യമാർ തിരുനബി തങ്ങളുടെ ജീവിതത്തിൽ അവിടുത്തെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. പക്ഷേ അതിൽ ആയിഷ ബീവി അല്ലാത്ത മുഴുവൻ ഭാര്യമാരും കന്യകളായിരുന്നില്ല എന്ന സത്യമാണ് ചരിത്രം നമ്മോട് വിളിച്ചു പറയുന്നത്. ജീവിതത്തിൽ വെറും 25 വയസ്സുള്ള ചുറുചുറുക്കുള്ള ഊർജ്ജസ്വലനായ ചെറുപ്പക്കാരനായിരുന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലേക്ക് അവിടുത്തെ ആദ്യ ഭാര്യ ഉമ്മുൽ മുഅ്മിനീൻ ഖദീജ റളിയല്ലാഹു അൻഹ കടന്നു വരികയാണ്. ആ ഖദീജ ബീവിക്ക് അന്ന് 40 വയസ്സുണ്ട്. അവർ വിധവയാണ്, 4 മക്കളുടെ ഉമ്മയാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു കന്യകയെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ അവിടുത്തെ ജീവിതത്തിലേക്ക് സ്വയം സമർപ്പിക്കാൻ തയ്യാറുള്ള സുന്ദരികളായ തരുണീമണികൾ അറേബ്യയിലെമ്പാടുമുണ്ടായിരുന്നു. ഖദീജ ബീവി ഏതാണ്ട് 20 വർഷത്തോളം മുത്തനബിയുടെ കൂടെ ജീവിച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വിട പറഞ്ഞ് ലോകത്തോട് വിട പറഞ്ഞപ്പോൾ ഈ നബിയുടെ ജീവിതത്തിലേക്ക് രണ്ടാമതായി കടന്നു വന്ന ഭാര്യ നേരത്തെ ഞാൻ
പരാമർശിച്ചിട്ടുണ്ട്. അന്യരായ സൗദ റളിയല്ലാഹു അൻഹ 56 വയസ്സുള്ള വിധവയായ സൗദ റളിയല്ലാഹു അൻഹയാണ് നബിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ഇങ്ങനെ അവിടുത്തെ വിവാഹ ജീവിതത്തെ പരിശോധിക്കുമ്പോൾ വിധവകളുടെ സംരക്ഷണത്തിന് വേണ്ടി, അടിമകളുടെ മോചനത്തിന് വേണ്ടി, അടിച്ചമർത്തപ്പെട്ടവരുടെ ഉന്നമനത്തിന് വേണ്ടി റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ജീവിതം മാറ്റിവെക്കുന്ന ചിത്രമാണ് നമ്മൾ കാണുന്നത്. പിന്നെ അദ്ദേഹം ഇവിടെ തന്റെ വിഷയാവതരണത്തിന്റെ ഭാഗമായി ഉന്നയിച്ച ഒരു ആരോപണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു പൂച്ചയെ ഒരു സ്ത്രീ കെട്ടിയിട്ടതിന്റെ പേരിൽ അത് ഭക്ഷണം കിട്ടാതെ ചത്തുപോയപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയ്ക്ക് കാരണക്കാരിയായ ആ സ്ത്രീ നരകാവകാശിയാണ് എന്ന് പറഞ്ഞത് അവിടുത്തെ പ്രവാചകത്വത്തിന്റെ ലംഘനമാണെന്നാണ് അദ്ദേഹം പ്രസംഗിച്ചത്. എനിക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. കാരണം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ വാക്കുകളിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കുന്നത് ഒരു മിണ്ടാപ്രാണിയെ അതിന്റെ ജീവഹാനിക്ക് കാരണമാകുന്ന വിധത്തിൽ നാം ഇടപെടുമ്പോൾ, നാം അതിനെ കെട്ടിയിടുമ്പോൾ, അതിന്റെ അന്നം തേടുന്ന മാർഗം നാം തടഞ്ഞു വെക്കുമ്പോൾ അത് നരകശിക്ഷയ്ക്ക് പോലും കാരണമായേക്കുമെന്ന് താക്കീത് ചെയ്ത മുത്ത് റസൂൽ കാരുണ്യത്തിന്റെ പ്രവാചകനാണെന്ന ചിത്രമാണ് നമുക്ക് വായിക്കാൻ കഴിയുന്നത്. ഇത് മാത്രമല്ല, നമുക്കറിയാം, ദാഹിച്ചു വലഞ്ഞ് വയറൊട്ടിയ ഒരു നായ ഒരു വഴി നടന്നു വന്നപ്പോൾ കിണറ്റിൽ നിന്ന് വെള്ളം കോരിക്കൊടുത്ത സ്ത്രീ സ്വർഗാവകാശിയാണ് എന്ന് പഠിപ്പിച്ച ചിത്രം മുത്തുനബിയുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ ഇതുപോലെയുള്ള സുന്ദരമായ ചിത്രങ്ങളെ വികൃതമായി ചിത്രീകരിക്കാനുള്ളത് വക്ര മനസ്സുകളുടെ സ്വഭാവം മാത്രമാണെന്ന് ഈ സമയത്ത് പറയുവാനുള്ളൂ. ഒരു കാര്യം കൂടി ഓർത്തുവെക്കുക. ഒരു പല്ലിയെ കൊല്ലുന്ന കഥ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് വിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ തിരുനബിയുടെ പ്രവാചകത്വവുമായി ഒരു തരത്തിലും ബന്ധിക്കാത്തതുകൊണ്ട് ഞങ്ങൾ അപ്പോഴും മറുപടി പറഞ്ഞിട്ടില്ല മറ്റു പല വിഷയങ്ങൾക്കും എന്ന പോലെ. പക്ഷേ നാം മനസ്സിലാക്കേണ്ടത് റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ പല്ലിയെ മാത്രമല്ല കൊല്ലാൻ പറഞ്ഞിട്ടുള്ളത്. പേപ്പട്ടി, ആളുകൾക്ക് ശല്യമാകുന്ന, തെരുവിൽ അലഞ്ഞു നടക്കുന്ന പേപ്പട്ടി കൊല്ലണമെന്ന് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ മനുഷ്യ ജീവിതത്തിന് ഉപദ്രവമാകുന്ന വിഷജന്തുക്കളെയും മറ്റും ആവശ്യമാകുന്ന സന്ദർഭത്തിൽ കൊല്ലണമെന്ന് റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അതൊക്കെ കാരുണ്യത്തിനെതിരാണെന്നും അതൊക്കെ അവിടുത്തെ ക്രൂരതയുടെ അടയാളമാണെന്നും ചിത്രീകരിക്കുന്ന ആളുകളോട് ഞങ്ങൾക്ക് ചോദിക്കുവാനുള്ളത്, പല്ലി എന്ന് പറയുന്ന ജീവിയുടെ കാഷ്ടം സോറിയാസിസ് എന്ന് പറയുന്ന രോഗത്തിന് പോലും കാരണമാകുമെന്ന് ആധുനിക വൈദ്യശാസ്ത്രം നമ്മോട് പറയുമ്പോൾ ഇത്തരം ജീവികളെ, അവയുടെ ശല്യം മനുഷ്യന് ഉപദ്രവമാകുന്ന വിധത്തിൽ അവയുടെ പെരുകിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എന്ത് തീരുമാനമെടുക്കാനാണുള്ളത്? ക്രിസ്തുമതത്തിന് എന്ത് പരിഹാരമാണ് നിർദ്ദേശിക്കുവാനുള്ളത്? അവിടെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒറ്റ വെടിപ്പിന് കൊല്ലണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ് അദ്ദേഹം ആരോപിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ വളരെ കൃത്യമായി കാരുണ്യത്തിന്റെ സന്ദേശം കൈമാറിയതാണ് അവിടെയും നമുക്ക് വായിക്കാൻ കഴിയുന്നത്. ഒരു ജീവിയെ കുറുജീവനാക്കി നിരന്തരം പീഡിപ്പിച്ചു കൊല്ലുന്നതിന് പകരം കൊല്ലപ്പെടേണ്ട ജീവിയെ ഒറ്റയടിക്ക് കൊന്ന് അതിന്റെ വേദനയില്ലാത്ത വിധം അതിന് മരണം കൊടുക്കുന്ന ചിത്രത്തിനപ്പുറം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ക്രൂരതയുടെ ഒരു അടയാളം നമുക്കവിടെ വായിക്കാൻ കഴിയുന്നില്ല. പിന്നെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ വൃത്തികെട്ട ഒരു ആരോപണം ഉന്നയിക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഹ്യിനെ സ്വീകരിക്കാൻ പാകത്തിന് അവിടുന്ന് വളർന്നിട്ടില്ലായിരുന്നുവെന്നും സ്വന്തം പ്രവാചകത്വത്തിന്റെ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തന്നെ എമ്പാടും സംശയങ്ങളുണ്ടായിരുന്നെന്നും ഖദീജ ബീവിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അങ്ങ് നബിയാണ് എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവാചകനാവുമായിരുന്നില്ല എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവാചകത്വം എങ്ങനെയാണ് ഖദീജ ബീവിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് ഉൾക്കൊള്ളാൻ കഴിയാതെ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട് എന്നൊക്കെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലുടനീളം അദ്ദേഹം ആവർത്തിച്ചിട്ടുണ്ട്. ഞാൻ വെല്ലുവിളിക്കുന്നു ഖിയാമത്ത് നാൾ വരെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട് എന്നതിന് ഒരു തുണ്ട് തെളിവ് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. നിങ്ങൾ ഉദ്ധരിച്ച സംഭവം എന്റെ കയ്യിലുള്ള തബഖാത്തുൽ കുബ്രയിലെ 1-ാം വാല്യം 196-ാം പേജിൽ വായിക്കാൻ കഴിയുന്നുണ്ട്. യാ മുഹമ്മദ് അൻത റസൂലുള്ളാഹി ഹഖ വ അന ജിബ്രീൽ. ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ മാലാഖ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് നബി മുഹമ്മദ് നബിയെ അങ്ങ് അല്ലാഹുവിന്റെ സത്യപ്രവാചകനാണ് എന്ന് ഞാൻ ജിബ്രീലാണ് എന്ന്
പറയുന്ന നിങ്ങൾ ഉദ്ധരിച്ച അതേ സംഭവം വിശുദ്ധമായ ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന് നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ അവിടെ എവിടെയെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമിനെ കാണാനുള്ള നിരന്തരമായ ആർത്തികൊണ്ട മനസ്സുമായി കാത്തിരുന്നതിനപ്പുറം അതിനുവേണ്ടി ഹിറാ ഗുഹയിലേക്കും അതുപോലെ പർവ്വത മുകളിലേക്കും കയറുകയും ഇറങ്ങുകയും ചെയ്ത ചിത്രത്തിനപ്പുറം ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന് ആരോപണം ഉന്നയിക്കാവുന്ന ഒരു തുണ്ട് തെളിവ് പോലും നിങ്ങൾക്ക് ഹാജരാക്കുവാൻ സാധിക്കുകയില്ല. ഒരിക്കൽ പോലും തന്റെ പ്രവാചകത്വത്തെക്കുറിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സംശയം തോന്നിയിട്ടില്ല. താൻ എന്ന് പ്രവാചകനാകുമെന്നതിനെ കുറിച്ച് അവിടുന്ന് സംശയിച്ചിട്ടില്ല. നിങ്ങൾ ഉദ്ധരിച്ച അതേ തബഖാത്തിൽ പറയുന്നത് അവിടെ നമുക്ക് കാണാം. നബി തങ്ങളോട് വന്ന് ചോദിക്കുകയാണ്, മതാകും നബിയൻ, എപ്പോഴാണ് അങ്ങ് പ്രവാചകനായതെന്ന് ചോദിക്കുമ്പോൾ കുൻതു നബിയൻ വആദമും ബൈന റൂഹി വൽ ജസദി, ആദം നബി അലൈഹിസ്സലാമിന് അവിടുത്തെ ശരീരത്തിലേക്ക് അല്ലാഹു ആത്മാവിനെ സന്നിവേശിപ്പിക്കുന്നതിന് മുമ്പേ ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകനാണെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല, അവിടത്തേക്ക് ഔദ്യോഗികമായി വഹീന്റെ അവതരണം ഉണ്ടാകുന്നതിന് മുമ്പ് ഏതാണ്ട് 6 മാസങ്ങൾക്ക് മുമ്പ് തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹീന്റെ പ്രാരംഭ രൂപമായി സത്യസ്വപ്നങ്ങൾ അവിടത്തേക്ക് ഉണ്ടായിക്കൊണ്ടേയിരുന്നിട്ടുണ്ട്. ആ സ്വപ്നങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടുകൊണ്ടിരുന്ന സ്വപ്നങ്ങൾ പ്രഭാത സൂര്യനെ പോലെ പെട്ടി വിടരുന്ന അനുഭവം എമ്പാടും തിരിഞ്ഞ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം തങ്ങൾ ഏകാന്തനായി ഇരിക്കുന്നത് അവിടത്തേക്ക് ഇഷ്ടമാവുകയും അത് മറ്റെന്തിനേക്കാളും അവിടത്തേക്ക് പ്രിയങ്കരമായി തീരുകയും ചെയ്തു. അങ്ങനെ ഹിറാഗഹരത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ഏകാന്തനായി ധ്യാനനിമഗ്നനായി കാത്തിരുന്നു കൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാമിനെ സ്വീകരിച്ചു എന്നാണ് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത്. അതിനപ്പുറം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകത്വത്തെ സ്വീകരിക്കാൻ ഭാഗമായിരുന്ന അവസ്ഥയിൽ ആയിരുന്നില്ല എന്നത് വെറും ആരോപണം മാത്രമാണ്. നന്ദി പറയട്ടെ, ഖദീജ ബീവി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യമായി വഹ്യ് സ്വീകരിച്ച് അവിടുന്ന് ഭാര്യയുടെ അടുക്കലേക്ക് വരുമ്പോൾ അവിടുന്ന് പ്രവാചകനാണെന്ന രീതിയിൽ സംസാരിച്ചതിനെ സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഖദീജ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അങ്ങ് പ്രവാചകനാണ് എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപക്ഷെ ആ അവകാശവാദവുമായി വരില്ലായിരുന്നെന്നും ഖദീജയ്ക്ക് എവിടെ നിന്നാണ് ഈ വിവരം കിട്ടിയതെന്നും അദ്ദേഹം പരിഹാസസ്ഥലത്തിൽ ചോദിക്കുന്നുണ്ട്. എന്നാൽ ചരിത്രം പഠിക്കണമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് അതിനോട് മറുപടി പറയാനുള്ളത്. ഖദീജ ബീവി എന്ന് പറയുന്ന വാർത്തക പ്രമാണിയായ ഒരു സ്ത്രീയുടെ ജീവിതത്തിലേക്ക്, വിധവയായ ഒരു സ്ത്രീയുടെ ജീവിതത്തിലേക്ക് ചുറുചുറുക്കുള്ള ഒരു ചെറുപ്പക്കാരൻ കടന്നു വരുന്ന പശ്ചാത്തലം കൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. 25 വയസ്സുള്ള നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 40 വയസ്സുകാരിയായ ഒരു പ്രമാണിയായിരുന്ന ഖദീജ ബീവിയുടെ കച്ചവട ചരക്കുകളുമായി ഷാമിലേക്ക് കച്ചവടത്തിന് പോകുന്ന ചിത്രം നമുക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം വിവരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ നിന്ന് വായിക്കാൻ സാധിക്കുന്നതാണ്. അവിടെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹയാത്രികനായി സേവകനായി ഖദീജ ബീവി അവരുടെ അടിമയായിരുന്ന അവരുടെ സേവകനായിരുന്ന മൈസറത്ത് എന്ന് പറയുന്ന കൂട്ടുകാരനെ അയച്ചു കൊടുക്കുകയാണ്. മൈസറത്ത് തിരിച്ചു വന്ന ഖദീജ ബീവിയോട് പറയുന്ന ചരിത്രം വളരെ സുന്ദരമായി ചരിത്രം ആ സംഭവം ആഖ്യാനിച്ചിട്ടുണ്ട്. മൈസറത്ത് എന്ന് പറയുന്ന കൂട്ടുകാരൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ പോകുമ്പോൾ നസ്തുവ എന്ന് പറയുന്ന ഒരു ക്രൈസ്തവ പണ്ഡിതനുമായി കണ്ടുമുട്ടുകയാണ്. ഒരു മരത്തിനിടെ വിശ്രമിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇറങ്ങുമ്പോൾ അത് കാണുന്ന നസ്തുവ പുരോഹിതൻ മൈസറത്തിനോട് പറയുന്നത്, ഈ മരത്തിന്റെ ചുവട്ടിൽ വിശ്രമിക്കാൻ ഇറങ്ങിയത് പ്രവാചകനാണ്, ഒരു നബിയാണ്, അതല്ലാതെ മറ്റാരുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിൽ പ്രകടമായ അടയാളങ്ങളെ കുറിച്ച് മൈസറത്തിനോട് ചോദിച്ചറിഞ്ഞുകൊണ്ട് അവസാനം മൈസറത്തിന് ഒരു നിർദ്ദേശം കൊടുക്കുകയാ, ലാ തുഫാജിഹു, ഒരിക്കലും മുത്തുനബിയെ വേർപിരിഞ്ഞൊരു ജീവിതം നിനക്കുണ്ടായിക്കൂടാ. എപ്പോഴും തിരുനബിയോട് ഒട്ടിച്ചേർന്ന് നിൽക്കാൻ നീ ശ്രമിക്കണം. കാരണം നബിയും വആഖിറുൽ അംബിയാ, അവിടുന്ന് പ്രവാചകനാണ്, പ്രവാചകത്വ ശൃംഖലയുടെ
അന്ത്യം കുറിക്കാനിരിക്കുന്നവരാണ് എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നബുവത്ത് ലഭിക്കുന്നതിന്റെ 15 വർഷം മുമ്പ് ക്രൈസ്തവ ഗ്രന്ഥങ്ങളിൽ നിന്ന്, പുരാതന വേദഗ്രന്ഥങ്ങളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന് പറയുന്ന വാഗ്ദത്ത പ്രവാചകനെ കുറിച്ച് പഠിച്ച നസ്തൂറ എന്ന് പറയുന്ന ക്രിസ്ത്യൻ പണ്ഡിതൻ മൈത്രത്തിനോട് ഉപദേശിച്ചപ്പോൾ ആ ഉപദേശം തന്റെ യജമാനത്തിയായ ഖദീജ ബീവിയോട് എന്ന് പറയുന്നതിന്റെ അനന്തരഫലമായാണ് ആ വിവാഹം പോലും നടന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഖദീജ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അങ്ങ് പ്രവാചകനാണെന്ന് വെളിപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പൂർവ്വകാലത്തെ ക്രൈസ്തവ പണ്ഡിതന്മാരിലൂടെ കൈമാറി വന്ന അടയാളങ്ങളുടെ പുലർച്ചയാണെന്ന് തിരിച്ചറിവാണുണ്ടായത് എന്ന് നാം മനസ്സിലാക്കുകയാണ് വേണ്ടത്. പിന്നെ ഇവിടെ അദ്ദേഹം ഒരു ആരോപണം ഉന്നയിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇറങ്ങിയ ഏറ്റവും ഒന്നാമത്തെ കൽപ്പന ഇഖ്റ, വായിക്കുക എന്ന കൽപ്പനയാണ്. പക്ഷേ അക്ഷരമറിയാത്ത, എഴുത്തറിയാത്ത, വായിക്കാനറിയാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 23 വർഷക്കാലം അതിനുശേഷം ജീവിച്ചിരുന്നിട്ടും അക്ഷരപ്പുരയിൽ കയറി ഭൗതികമായ അഭ്യാസത്തിന് മുതിർന്നിട്ടില്ലാത്തത് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കൽപ്പനയെ ധിക്കരിച്ചു. അവിടത്തേക്ക് ഇറങ്ങിയ ഒന്നാമത്തെ കൽപ്പനയെ പോലും ധിക്കരിച്ചു എന്ന ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വായിക്കാൻ കൽപ്പിച്ചത്? എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ട് മലക്ക് ഇഖ്റ എന്ന കൽപ്പന പുറപ്പെടുവിച്ചത്? അവിടെ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ ഖലഖൽ ഇൻസാന മിൻ അലഖ എന്നിങ്ങനെ തുടങ്ങുന്ന സൂക്തങ്ങൾ പാരായണം ചെയ്യാനാണ് തിരുനബിയോട് ആവശ്യപ്പെട്ടത്. ആ ആവശ്യപ്പെട്ട നിമിഷം മുതൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് നിർവഹിച്ചിട്ടുണ്ട്. അല്ലാതെ നമ്മൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കുന്നത് പോലെ, മലയാളം മീഡിയം സ്കൂളിൽ പഠിക്കുന്നത് പോലെ ഏതെങ്കിലും ഭൗതികപരമായ വിദ്യാഭ്യാസത്തിന്റെ അക്ഷരപ്പള്ളിക്കൂടങ്ങളിൽ കയറി അധ്യയനം നടത്തണം എന്നല്ല പറഞ്ഞിട്ടുള്ളത്. അത് മനസ്സിലാക്കാൻ തലയ്ക്കുള്ളിൽ ഇത്തിരി തലച്ചോറ് വേണമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭൗതികമായ വ്യവഹാരങ്ങളിൽ നാം ഏർപ്പെടുമ്പോൾ അതിന് 2 സാക്ഷികൾ ഉണ്ടാവണമെന്ന് വിശുദ്ധ ഖുർആനിന്റെ അൽ-ബഖറ അധ്യായത്തിൽ നാം നമ്മോട് പഠിപ്പിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ അവിടുന്ന് പ്രവാചകനാണെന്ന അവകാശവാദവുമായി വന്നപ്പോൾ അവിടുന്ന് 2 സാക്ഷികൾ കൊണ്ടുവന്നിട്ടില്ല എന്നാണ് അദ്ദേഹം ഉന്നയിച്ച മറ്റൊരു ആരോപണം. അത്ര ബാലിശമായ പിഞ്ചു കുട്ടികൾക്ക് പോലും, ടീനേജുകാരന്റെ ബുദ്ധിക്ക് പോലും വളരുന്ന ബാലിശമായ ചോദ്യമെന്ന് മാത്രമേ അതേക്കുറിച്ച് പറയുവാനുള്ളൂ. ഇതിന് കഴിഞ്ഞ ദിവസം നടന്ന സംവാദത്തിൽ യേശുക്രിസ്തുവിന്റെ ദൈവികതയ്ക്ക് തെളിവായി പിതാവിന്റെ സാക്ഷ്യത്തെക്കാൾ മറ്റെന്ത് സാക്ഷ്യമാണ് വലുത് എന്ന് അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. ബൈബിൾ അദ്ദേഹം തെളിവ് ധരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണെന്നതിന് ഇന്നാ അർസൽനാക ബിൽ ഹഖ് എന്ന് തുടങ്ങുന്ന ആയത്തുകൾ വിശുദ്ധ ഖുർആനിൽ 4 തവണ വന്നിട്ടുണ്ടെന്ന്, അതല്ലാതെ അനേകം സാക്ഷ്യങ്ങളുണ്ടെന്ന് ഞാൻ എന്റെ വിഷയാവതരണത്തിൽ പറഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് വീണ്ടും അല്ലാഹുവിന്റെ സാക്ഷ്യത്തെക്കാൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നുബുവത്തിന് മറ്റാരുടെ സാക്ഷ്യമാണ് വലുത്? അല്ലാഹു അയച്ച ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സാക്ഷ്യത്തെക്കാൾ മറ്റാരുടെ സാക്ഷ്യമാണ് തിരുനബി തങ്ങളുടെ പ്രവാചകത്വത്തിന് വേണ്ടത്? ഒന്നുകൂടി മനസ്സിലാക്കേണ്ടത്, 2 സാക്ഷികളെ വേണമെന്ന അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച അധ്യയനം ഒരിക്കൽ പോലും അത് അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് കിട്ടിയ നുബുവത്തിനെ അളക്കുവാനുള്ള അല്ലെങ്കിൽ അതിന് വിശ്വസിക്കുവാനുള്ള മാനദണ്ഡം ആയിട്ടല്ല, മറിച്ച് ഭൗതികമായ വ്യവഹാരങ്ങളിൽ ഏർപ്പെടുമ്പോഴുള്ള അനിവാര്യമായ ഒരു വ്യവസ്ഥ എന്ന നിലക്കാണ് അത് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ആ ഒരു വീക്ഷണകോണിലൂടെ തന്നെ നോക്കുകയാണെങ്കിൽ പോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു വഹി ഇറക്കി കൊടുത്തപ്പോൾ താൻ നുബുവത്ത് ലഭിച്ചിരിക്കുന്നു എന്ന അവകാശവാദം സമൂഹത്തിന്റെ മുമ്പിൽ പരസ്യമായി ഉന്നയിക്കുന്നതിന് മുമ്പ് നിങ്ങൾ പരാമർശിച്ചിട്ടുണ്ട്. വറക്കത്ത് ബിൻ നൗഫലിന്റെ അടുത്തും മറ്റു പല ക്രിസ്ത്യാനികളുടെയും അടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്നപ്പോൾ മൂസാ നബിയുടെ അടുക്കലേക്ക് വന്ന് ജിബ്രീൽ നിങ്ങൾക്ക് വന്നിരിക്കുന്നു എന്ന് അവർ മറുപടി പറഞ്ഞിട്ടുണ്ട് എന്ന്. എങ്കിൽ പിന്നെ അവിടുത്തെ നുബുവത്തിന്, പ്രവാചകത്വത്തിന് സാക്ഷികളില്ല എന്ന ആരോപണത്തിന് കഴമ്പില്ലെന്ന് മാത്രമാണ് അതേക്കുറിച്ച് പറയുവാനുള്ളത്. എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതിന്റെ കൂടെ 1-2 കാര്യങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്തുന്നു. സാധാരണഗതിയിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവാചകത്വം അല്ലെങ്കിൽ അവിടുന്ന് കൊണ്ടുവന്ന പ്രവാചകത്വത്തിന്റെ ഏറ്റവും വലിയ അടയാളമായ വിശുദ്ധ ഖുർആൻ അവിടുത്തെ സ്വന്തം രചനയാണ് എന്ന് പോലും ആരോപണം ഉന്നയിക്കാറുണ്ട്. നമ്മുടെ വിഷയം വിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിലുള്ള തിരുനബിയുടെ പ്രവാചകത്വമാണ്. അതിന്റെ ഏറ്റവും വലിയ അടയാളമാണ് വിശുദ്ധ ഖുർആൻ എന്നുകൊണ്ട് തന്നെയാണ് നമ്മളത് തെളിവായും സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷേ ആ വിശുദ്ധ ഖുർആൻ പോലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വന്തം രചനയാണെന്നും അത് ക്രൈസ്തവ സുഹൃത്തുക്കളിൽ
നിന്ന് കേട്ടെഴുതിയതാണെന്നും അല്ലെങ്കിൽ മുമ്പുണ്ടായിരുന്ന പലരുടെയും വാക്കുകൾ കോപ്പിയടിച്ചുണ്ടാക്കിയതാണെന്നും അവർ പറയാറുണ്ട്. അക്കൂട്ടത്തിൽ ഒരാരോപണം ഉന്നയിച്ചത് വിശുദ്ധ ഖുർആൻ തങ്ങൾ ഓതിപ്പോൾ അസാഖിയുള്ളവരെയും മുമ്പുണ്ടായിരുന്ന ആളുകളുടെ പാഴ്ക്കിനാവുകളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ വിശുദ്ധ ഖുർആനിന്റെ ശത്രുക്കൾ ആരോപണം ഉന്നയിച്ചതിന് ഖുർആൻ ഉദ്ധരിച്ചിട്ടുണ്ട്. മജ്നൂൻ, അങ്ങ് ഭ്രാന്തനാണ്, അങ്ങ് കവിയാണ്, അങ്ങ് മാരണക്കാരനാണ്, മരണം ബാധിച്ചവനാണ് എന്നിങ്ങനെയുള്ള ആരോപണങ്ങൾ ശത്രുക്കൾ ഉന്നയിച്ചപ്പോൾ അതിന് വിശുദ്ധ ഖുർആൻ ഉദ്ധരിച്ചിട്ടുണ്ട്. ഈ ആയത്തുകളെല്ലാം ഉദ്ധരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണം ബാധിച്ചവനായിരുന്നെന്നും ഭ്രാന്തനായിരുന്നുവെന്നും ഒക്കെ അല്ലാഹു തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ന് ആരോപണം ഉന്നയിക്കുന്ന ചിത്രമാണ് നമ്മൾ കാണുന്നത്. പക്ഷേ അങ്ങനെ ഉന്നയിക്കുന്നവരോട് എനിക്ക് പറയുവാനുള്ളത്, യേശുക്രിസ്തു അത്ഭുതങ്ങൾ കാണിച്ചപ്പോൾ ബൈബിളിൽ നമ്മൾ വായിക്കുന്ന ചിത്രമാണ്. യേശുക്രിസ്തു അത്ഭുതങ്ങൾ കാണിച്ചപ്പോൾ അദ്ദേഹം ദുരാത്മാവിനാൽ ഭൂതത്താലാണ്, ഭൂതത്തിന്റെ ശക്തി കൊണ്ടാണ് ഈ അത്ഭുതങ്ങൾ കാണിക്കുന്നതെന്ന് പ്രതിപക്ഷം